നമസ്കാരം, ശ്രീ ബ്ലോഗാണ്. ഈ വോയിസ് നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. കഞ്ചാവ് MDMA അടിച്ചിട്ട് നിരന്തരം ശല്യമാണ്. നാട്ടുകാർക്ക് ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. എന്നിട്ട് പെണ്ണുമ്പിള്ള ഗൾഫിൽ കിടന്ന് പൈസ ഉണ്ടാക്കുന്ന പെണ്ണുമ്പിള്ളയുടെ പൈസ പുറത്ത്. ഈ രണ്ട് ചെറ്റകൾ ഇന്നലെ കൊണ്ടുവന്ന് എനിക്കൊരു പരാതി കൊടുത്ത് അഞ്ചൽ ഏരിയ സ്റ്റേഷനില്ല. പരാതി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇട്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്നു, ഞാൻ ഭീഷണിപ്പെടുത്തുന്നു കാശിനെന്നും പറഞ്ഞുകൊണ്ട്. കാരണം അത് പറയുന്നത് ചെയ്യിപ്പിച്ചത് ആരാന്നൊക്കെ എനിക്കറിയാം. അത് അവിടെ നിൽക്കട്ടെ, തൽക്കാലം ഈ സീസൺ ഒന്ന് തീരട്ടെ. ഈ പറഞ്ഞ വാക്കുകൾ MDMA യൂസ് ചെയ്യുന്നു ഞാൻ, അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് അടിക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്റെ പേര് MDMA കച്ചവടം ചെയ്തേനോ, MDMA ഉപയോഗിച്ചേനോ, കഞ്ചാവ് അടിച്ചേനോ, കഞ്ചാവ് കച്ചവടം ചെയ്തേനോ ഒന്നും എന്റെ പേരിൽ ഇതുവരെ ഒരു FIR പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു പരാതി പോലും ഇല്ല, അല്ലെങ്കിൽ കണ്ടവരാരുമില്ല. ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ കുറിച്ച് ഇതുപോലെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചവരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഇത് KTR മീഡിയ എന്ന് പറഞ്ഞ നമ്മളൊരു ചാനലിൽ വന്ന വാർത്തയാണ്. ഇത് ബൈറ്റ് കൊടുത്താണ് ഇവന്മാരെ പിന്നിൽ നിന്ന് ചെയ്യിപ്പിച്ചവന്മാരെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാവുന്നതാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ തൽക്കാലം. അതുപോലെ തന്നെ ഇവന്മാര് പറയുന്നുണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ ചെലവിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് ഒരുപാട് മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കെതിരെ FIR ഇല്ലാത്തത് കൊണ്ട് ഇവന്മാർ എന്തിനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത്? എനിക്ക് മാനനഷ്ടത്തിന് ഇവന്മാർക്ക് കേസ് കൊടുക്കാം, എനിക്ക് എന്ത് വേണമെങ്കിലും ഇവന്മാർക്കെതിരെ നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ചെയ്യും ഞാൻ കേട്ടോ. ഇനി ഞാനിത് വെറുതെ വിടാൻ പോകുന്നതല്ല. എനിക്കെതിരെ ഇതുവരെ കളിച്ചവന്മാരെ എല്ലാത്തിനും ഞാൻ തിരിച്ച് ഞാൻ കേസ് കൊടുത്തതെല്ലാം CMB ഫയൽ ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലുള്ള തെമ്മാടത്തിനും പറഞ്ഞ പോലെ എല്ലാം നമ്മൾ കേസ് ഫയൽ ചെയ്യും. അതിനകത്തുനി ഒരു മാറ്റമില്ല. എല്ലാം ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ചെറ്റകള് ചണ്ണപ്പേട്ടയിലെ കഞ്ചാവ് ബിസിനസ്സുകാരും മദ്യക്കച്ചവടക്കാരും പെണ്ണ് കച്ചവടക്കാരുമാണ്. മദ്യക്കച്ചവടം കഞ്ചാവ് കച്ചവടം നടത്തുന്നത് നമ്മുടെ ചണ്ണപ്പേട്ട എന്നപ്പന കേന്ദ്രീകരിച്ചിട്ടാണ്. 6-7 മാസങ്ങൾക്ക് മുന്നേ ഇവന്മാർക്കെതിരെ ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പല ആൾക്കാരും എക്സൈസുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ വാഹനത്തിന്റെ നമ്പരും അവന്റെ വാഹനത്തിന്റെ ഫോട്ടോ സഹിതം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇവന്മാരെ പിടിച്ചിട്ടില്ല. പിടിക്കാത്തതിന്റെ കാര്യം ചില പാർട്ടി നേതാക്കന്മാരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവന്മാരെ ഇതുവരെ പിടിക്കാഞ്ഞത്. അതുപോലെ തന്നെ ഇവന്മാര് ഈ പറഞ്ഞ മദ്യക്കച്ചവടം കഞ്ചാവ് കച്ചവടം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൽ സ്ത്രീകൾ കയറുന്ന സമയത്ത് പോലീസുകാർ ചെക്ക് ചെയ്യത്തില്ലെന്നുള്ള ഒറ്റ ധൈര്യത്തിന്റെ പുറത്താണ് ഇവന്മാർ ഈ പ്രജാപതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വിനോദിന്റെ അല്ലെങ്കിൽ ഈ വിനോയ് എന്ന് പറഞ്ഞ നാറിയുടെ വാഹനത്തിനകത്ത് കഞ്ചാവ് കച്ചവടം ചെയ്യുന്നത്. അതിന്റെ മറവിൽ മാത്രമാണ്. ഇവന്റെ വാഹനത്തിൽ കയറുന്ന പാസഞ്ചർ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് നാളെ ഒരു പണി കിട്ടരുത്. ഇവന്റെ കൂടെ വാഹനത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നിരപരാധിയായ നിങ്ങളും കൂടെ പ്രതിയായി പോകും. കണ്ണപ്പേട്ടയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യവന്മാർക്ക് ഈ കഞ്ചാവ് കച്ചവടവും മദ്യ കച്ചവടവും സ്വന്തം കുഞ്ഞമ്മയെ കൂട്ടിക്കൊടുത്തിട്ടാണ് പെണ്ണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെൺകച്ചവടം നടത്തുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ണിതാണ് ഈ നിൽക്കുന്ന പെണ്ണുവാസുവാണ്. ഇവന്റെ പേര് മറ്റൊന്നാണ്, പക്ഷെ പെണ്ണുവാസു എന്ന് പറഞ്ഞാൽ അവനെ അറിയത്തുള്ളൂ. യവനാണ് ഈ പറഞ്ഞ പെണ്ണ് കച്ചവടം അവിടുത്തെ പാർട്ടിക്കാർക്കും അവിടുത്തെ ചില ഓട്ടോക്കാർക്കും അവിടുത്തെ ഈ തമിഴന്മാരും കൽപ്പണിക്കാരും ഒക്കെ വൈകുന്നേരം വന്ന് നിൽക്കുന്നവർ ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുന്ന യവൻ ഒറ്റ ഒരുത്തനാണ്. ഞാൻ ഇതിന്റെ